നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുതിയ വർഷം തുടങ്ങിക്കഴിഞ്ഞു. പലരും നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് വീഡിയോസൊക്കെ ചെയ്തു. അടിപൊളിയായിട്ടൊക്കെ പലരുടെയും ഷോർട്സൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഷോർട്സും സ്കിറ്റുകളും ഒക്കെ ധാരാളം പേര് ഫണ്ണി ഷോർട്സുമൊക്കെ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സിലൊക്കെയാണ് നിങ്ങളെല്ലാവരും കണ്ടൻറ്റൊക്കെ ചെയ്യുന്നത്. കാണാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ 2025 യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്റൈസേഷൻ പോളിസീസും ഒക്കെയാണ്. ചാനലിനെ അവർ വളരെയധികം സ്ട്രിക്റ്റായിട്ടാണ് വാച്ച് ചെയ്യുന്നതും. അതുപോലെ പെട്ടെന്ന് തന്നെ സ്ട്രൈക്കുകൾ വരുന്നുണ്ട്, ഒരുപാട് ചാനലുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ കുറിച്ചിട്ട് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അറിയാത്തവർ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിന് മുമ്പിൽ ഷെയർ ചെയ്ത വീഡിയോ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിയിലാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ യൂട്യൂബ് തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ തന്നെ ഒരുപാട് പേർക്ക് മെയിലിലൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഡിമോണിറ്റൈസ് ചെയ്യുന്നതും ഇങ്ങനത്തെ പല സംഭവങ്ങളും കണ്ടുവരുന്നു. അപ്പോൾ സാധാരണ ഇതിന് മുമ്പൊക്കെ ചാനൽ ഡിമോണിറ്റൈസ് ചെയ്യുകയോ എന്തെങ്കിലും സ്ട്രൈക്കൊക്കെ ലഭിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും യൂട്യൂബ് സാധാരണ മെയിൽ അയക്കാറുണ്ട് അതിനെക്കുറിച്ചിട്ട്. ആ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്, എന്തിനാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നതിനെ കുറിച്ചിട്ടൊരു സൂചന അവർ മെയിലിൽ സാധാരണ തരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ ലഭിക്കുന്ന മെയിലിൻ്റെ ഒരു കോപ്പി ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ടിൽ ഷെയർ ചെയ്യാം. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലത്തെ അപകടം മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു നടപടി യൂട്യൂബ് എടുത്തത് എന്നുള്ളതിൻ്റെ കാരണം ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ വ്യക്തമാക്കുന്നില്ല. വെറുതെ യൂട്യൂബ് പറയുന്നു യു ഹാവ് വയലേറ്റഡ് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസിക്ക് വയലേഷൻ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ അതായത് പല വിഭാഗത്തിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകൾ വരാറുണ്ട്. അതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയറായിട്ട് അറിയാത്തവരില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് വേറൊരു വീഡിയോയിൽ കൂടെ പറയാം. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് ഈ വയലേഷൻ നടന്നിട്ടുള്ളത് അതൊക്കെ മുമ്പ് യൂട്യൂബ് സൂചിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും പറയാതെ വെറുതെ ഈ പോളിസി വയലേഷൻ നടന്നിട്ടുണ്ട് എന്ന് മാത്രമേ യൂട്യൂബ് പറയുന്നുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു ക്രിയേറ്ററിനും എവിടെയാണ് തെറ്റുപറ്റിയത്, ഏത് പോളിസിയാണ്, ഏത് ഗൈഡ് ലൈനാണ് വയലേറ്റ് ചെയ്തത് എന്നൊന്നും ഒരു പിടിയും കിട്ടില്ല. സാധാരണ പോലെ അവർ പല കണ്ടൻറ്റും ട്രൈ ചെയ്യുന്നു, അവർ അപ്ലോഡ് ചെയ്യുന്നു. ഇതിനിടയിൽ എന്ത് പോളിസിക്ക് വയലേഷൻ വന്നു എന്നൊന്നും, കാരണം അത് അറിഞ്ഞാൽ മാത്രമല്ലേ ഉള്ളൂ അത് കറക്റ്റ് ചെയ്താൽ പിന്നെയും യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലോട്ട് തിരിച്ചു കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം തന്നെ എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നൊരു ക്രിയേറ്റർക്ക് മനസ്സിലായില്ലെങ്കിൽ അതെങ്ങനെ തിരുത്തുവാനായിട്ട് സാധിക്കും? അതൊരു വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ അടുത്തിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് എല്ലാവരും കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതെ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്കറിയാവുന്നതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോളിസിക്ക് എതിരെ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് നിങ്ങൾ ഇടുകയാണെങ്കിൽ അതിനും ഇപ്പോൾ യൂട്യൂബ് സ്ട്രൈക്ക് തരുന്നുണ്ട്. വീഡിയോസിനും സ്ട്രൈക്ക് വരാറുണ്ട്. ഇതൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നവും ഇല്ലയെന്ന് കണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ യൂട്യൂബിൽ വന്നതുകൊണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ ഒരു ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ വാർത്തകളൊക്കെ അറിയാതെയായിരിക്കും നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇതുപോലത്തെയൊക്കെ ഓരോരോ വാർത്തകൾ വരികയും ചാനലിന് ഓരോരോ പ്രോബ്ലംസൊക്കെ വരികയും ചെയ്യുന്നത്. സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ളൊരു നിലയ്ക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായി തീരട്ടെ. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകട്ടെ. ഡിമോണിറ്റൈസ് ആയവർ നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതൊക്കെ തിരുത്തി ഇനിയും മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ദിവസം യൂട്യൂബിൽ സക്സസ്ഫുള്ളായിട്ടൊരു ക്രിയേറ്ററായിട്ട് തന്നെ വരാനായിട്ട് സാധിക്കും. തുടർന്ന് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ധാരാളം പേര് ഇൻസ്റ്റയിലും
വാട്സപ്പിലുമൊക്കെ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന രീതിയിൽ എൻ്റെ തിരക്കുകൾക്ക് അനുസരിച്ചിട്ട് ഞാൻ മറുപടി അയക്കാൻ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി അയക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും സമയക്കുറവ് മൂലം ഞാൻ നിങ്ങളുടെ കമൻസ് ശ്രദ്ധിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ മറക്കാതെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളെല്ലാവരെയും കാണാം.